എൻ്റെ പേര് വിനോദാണ്. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ജില്ലയിൽ പാറശാല എൻ്റെ സ്ഥലം. അത് നല്ല ക്വാളിറ്റിയുള്ള ലൈൻസ് ഉണ്ട്. ഓരോ ലൈൻസ് അത് വെറൈറ്റി അനുസരിച്ചുണ്ട്. നമുക്ക് അമേരിക്കൻ ഉണ്ട്, യൂറോപ്യൻ ഉണ്ട്, കനേഡിയൻ ഉണ്ട്. ഗോൾഡിൽ 3 ടൈപ്പാണ്: അമേരിക്കൻ, യൂറോപ്യൻ, കനേഡിയനാണ്. ഇവൻ കനേഡിയനാണ്. ഇവൻ്റെ ഒരു സിംബയാണ്. ഇവനിപ്പോൾ 3.5 വയസ്സോളം പ്രായമുണ്ട്. 3.5-4 വയസ്സ് പ്രായമുണ്ട്. സിംബയാണ് ഇവർ. അത്യാവശ്യം നല്ല പ്രൊഡ്യൂസിങ് ആണ് ഇവൻ്റെ. പക്ഷേ ഇവൻ്റെ ഇറങ്ങുന്ന പപ്പീസ് എല്ലാം ഡാർക്ക് കളറായിരിക്കും. ഇവൻ്റെ പപ്പീസ് ഇപ്പോൾ ഓൾറെഡി കിടപ്പുണ്ട്. നമുക്കൊരു 9 പപ്പി കിടപ്പുണ്ട്. ഒരു 4 മെയിലും 5 ഫീമെയിലും ഉണ്ട്. അതിൽ തന്നെ ഓൾറെഡി ഇന്നേക്ക് 7 ദിവസമായിട്ടേ ഉള്ളൂ. ഓൾറെഡി 2 പപ്പീസ് ഓർഡർ ആയിട്ടാണ്. 3 പപ്പീസ്, 2 മെയിലും 1 ഫീമെയിൽ ബുക്കഡ് ആയിട്ടുണ്ട്. ഒരു മലപ്പുറത്തുള്ള ടീമും പിന്നെ കോട്ടയത്തു നിന്നും തൃശ്ശൂർ പാറ്റി ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡ്യൂസിങ്, നല്ല കളറാണ്. കൂടുതൽ ആൾക്കാർ ഇവൻ്റെ സിംബാര പപ്പി, അതായത് സിംബാര പപ്പിയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. കളറ് ചില ആൾക്കാർ കളർ ഒരു ക്യാച്ച് ചെയ്യുന്നതാണ്. ആദ്യം ഞാൻ തുടങ്ങിയത് വേറെ ബ്രീഡായിരുന്നു. ഒരു ഗോൾഡൻ, ഒറ്റ ഗോൾഡനേ ഉള്ളായിരുന്നു. പക്ഷേ അതിൽ നിന്നും എനിക്ക് ഈ മെച്ചപ്പെട്ട ഗോൾഡൻ ലിറ്റർ ആയതുകൊണ്ട് മറ്റു ഡോഗ്സിനെ ഒഴിവാക്കിയിട്ട് ഗോൾഡൻ മാത്രം തന്നെ ഒതുങ്ങി തീർന്നു. അപ്പം ഗോൾഡൻ എൻ്റെ ഇപ്പോൾ ടോട്ടലി 32 ഡോഗ്സ് ഉണ്ട്. 10 മെയിൽ ഡോഗ്സ് ഉണ്ട്, 22 ഫീമെയിൽ ഡോഗ്സ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ലൈൻസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നല്ല കോമ്പറ്റീഷൻ, നല്ല ലൈൻസാണ് ഡോഗ്സ് വെച്ചിരിക്കുന്നത്. ഈ ഗോൾഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫ്രണ്ട്ലിയാണ്. വാച്ച് ഡോഗായിട്ട് ഗോൾഡൻ ആരും തിരഞ്ഞെടുക്കണ്ട. ഫ്രണ്ട്ലിയാണ്, അറ്റാച്ച്മെൻറ്റാണ്. കുട്ടികളൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. ഇതെൻ്റെ മോനാണ്. ഇതിൻ്റെ മോൻ്റെ ഒക്കെ ഭയങ്കര, ഇവരൊന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഈ ഫുൾ ടൈം ഇവരോടാണ്. ഇവരൊക്കെ കളിയും അവരോടുള്ള ടൈം പാസ് ചെയ്യുന്ന എല്ലാം ഇവരെ കൂടാണ്. അതിന് അഗ്രസീവ് അങ്ങനെ കാര്യമൊന്നുമില്ല. പക്ഷേ നല്ല ഫ്രണ്ട്ലിയാണ്. ഇതിൻ്റെ കളറാണ് നോക്കി ക്യാച്ച് ചെയ്യുന്നത് പെട്ടെന്ന്. ഒരാൾ വന്ന് നോക്കിയാൽ പോലും മറ്റ് ഡോഗ്സ് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇത്ര നല്ല ഡാർക്ക് കളർ ഡോഗ്സ് നിൽക്കുമ്പോൾ ഇവനെ എടുത്ത് കാണിക്കപ്പെടും. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. അതാണ്. ഇപ്പം ഒരു ഡോഗ്സിന് നമ്മൾ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ ചിലവഴിച്ചാൽ മതി ഒരു ഡോഗ്സ്. എൻ്റെ ഇപ്പോൾ 30 ഡോഗ്സ് ഉണ്ട്. ഞാൻ ഞായറാഴ്ച, ശനി ഞായറാഴ്ച ദിവസമാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. വാഷിങ്, ഗ്രൂമിങ് ഞായറാഴ്ച ദിവസം. അന്ന് ദിവസം ഞാൻ കാണും. ഞാൻ ബാക്കി ദിവസം തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ ഒരു 6-7 മണിക്ക് കിണലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന വൈകുന്നേരമായിരിക്കും. ആ സമയം ഫുൾ ടൈം, 2 ദിവസം ഫുൾ ടൈം ഇവരോടായിരിക്കും. അതായത് ഇവരെ വാഷ് ചെയ്യുന്നതും ഇവരെ ഗ്രൂമിങ്ങും ടെയിൽ നഗർ കട്ട് ചെയ്യുന്നതും അങ്ങനെ പല ഇതായിട്ട് ഇവരെ കൂടെ ആയിരിക്കും ഫുൾ ടൈം. ഏതൊരു സാഹചര്യം നമുക്ക് സങ്കടമെന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ കൂടെ ഇവരെ കേജിലങ്ങ് ഇറങ്ങി നമുക്ക് ആ ഒരു ഇത് മൈൻഡ് മാറി നമ്മൾ ഭയങ്കര കൂളാവും, ഹാപ്പി ആവും. ഇവർക്ക് മെനു, അതായത് ഒരു 1 മന്തിൽ 4 ടൈം ഫുഡിൻ്റെ ക്രമീകരണം വരും. അത് ഒരാഴ്ച ബീഫാണെങ്കിൽ മറ്റൊരാഴ്ച ചിക്കൻ ആയിരിക്കും. അതുപോലെ വെജിറ്റേറിയൻ, പിന്നെ ഒരാഴ്ച മുട്ട ആയിരിക്കും. ഇങ്ങനെ 4 ടൈം, ഒരു മാസം 4 വർഷം മെനു മാറ്റിയാണ് കൊടുക്കാറുള്ളത്. ഇവർക്ക് ഏറ്റവും നല്ല ഇഷ്ടമാണ് വെജിറ്റേറിയനാണ്. പക്ഷേ വെജിറ്റേറിയൻ കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ശരീരം ഉണങ്ങത്തില്ല, പക്ഷേ നല്ല ഹെൽത്തിയാണ് നിൽക്കും. പക്ഷേ അതുകൊണ്ട് ഒരാഴ്ച മാത്രമേ വെജിറ്റേറിയൻ കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസം ചിക്കനും ബീഫ്, പിന്നെ അതേപോലെ നമ്മൾ എഗ്ഗ് അതാണ് കൊടുക്കുന്നത്. നല്ല കഴിക്കും. ഏത് ഫുഡ് കിട്ടിയാലും നല്ല കഴിക്കുന്നതാണ്. ഒത്തിരി ഡോഗ്സ് വരാറുണ്ട്, പുറത്തുനിന്ന് മെരി കൊടുക്കാറുമുണ്ട്. അത്യാവശ്യം നല്ല, അതായത് വരുന്ന നല്ല കോമ്പറ്റീഷനുള്ള ഡോഗ്സും വരാറുണ്ട്. അത്യാവശ്യം ലൈൻസ് മോശമായിട്ടുള്ള വരാറുണ്ട്. എങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ നോക്കി ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ആക്ച്വലി ഞാൻ ചില ദിവസം 1 ദിവസം ചിലപ്പോൾ കാണത്തില്ല വീട്ടിൽ. അപ്പോൾ എൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടാൽ ഇവർ ചിലപ്പോൾ ഒരു ദിവസം ആഹാരം കഴിക്കത്തില്ല ഞാൻ ഇല്ലെങ്കിൽ. ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഒന്ന് കേജിൽ കിണൻ്റെ അകത്ത് നേരണം. പക്ഷേ എൻ്റെ ഫുഡ് ചെയ്തു. പിന്നെ എൻ്റെ ബുള്ളറ്റിൻ്റെ, എൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രമേ അവിടുത്തെ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നത്. കൂടുതലും ഞാനില്ലെങ്കിലും വൈഫാണ് നോക്കുന്നത്. മാക്സിമം എല്ലാ ദിവസവും വൈഫാണ് ഫുഡ് വയ്ക്കുന്നതും എല്ലാം മാക്സിമം. അപ്പം ഞാനില്ലെങ്കിൽ ഇവർ വരെയായിട്ട് ഫുഡ് കഴിക്കത്തില്ല. ഇതിൻ്റെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ശബ്ദം, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ ശബ്ദം ഇവർ കേൾക്കണം. ആ ഒരു ഇതിലാണ്. ഇവൻ്റെ പേര് ബോൾട്ടാണ്. ഇവനിപ്പം 4 വയസ്സ് പ്രായമുണ്ട്. 3.5 വയസ്സ് കഴിഞ്ഞു. 3-4 വയസ്സ് പ്രായമുണ്ട്. ബോൾട്ടാണ് പേര്. നല്ല ലൈൻസാണ്. ഇത് ലീയുടെ സണ്ണാണ്. ലീ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്ന് ലീ എന്ന്, ഇതിൻ്റെ ഫാദർ ലീ ആയിരുന്നു. അത് ഡെഡായിരുന്നു. ഇപ്പം ഒരു 6 മാസം ഡെഡായിരുന്നു. അപ്പോൾ അതിന് 1 മാസം മുമ്പാണ് ഇത് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഡെഡ് ആയതുകൊണ്ട് ആയപ്പോൾ നേരത്തെ ഇട്ടതുകൊണ്ട് മാത്രം ഈ ഡോഗ്സ് എനിക്ക് കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡ്യൂസിങ് ആണ്. നല്ല പ്രൊഡ്യൂസിങ്ങിൻ്റെ ഹെഡൊക്കെ 5 പീസ് ഹെഡാണ്. നല്ല ഹെഡും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റി. ഇവനെ തേടി ഒരുപാട് മേറ്റിംഗ് പുറത്തും വരാറുണ്ട്. എനിക്ക് എറണാകുളം, തൃശ്ശൂർ, വയനാട് നിന്ന് ഒത്തിരി മേറ്റിംഗ് വരാറുണ്ട്. നല്ല പ്രൊഡ്യൂസിങ്ങാണ്, നല്ല പപ്പിയാണ് ഇറക്കുന്നത്. നല്ല ഇതുള്ളതാണ്. ഇവൻ്റെ അതേ ലൈൻസ്. ഇവൻ്റെ പപ്പി ഇപ്പോൾ നമ്മളിലുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഒരു 7 പപ്പി റിട്ടർമെൻറ്റ് ഇറങ്ങി കിടക്കാൻ മതി. 7 പപ്പി ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് ഇറങ്ങി 7 പപ്പി. അതായത് ടോട്ടലി 9 പപ്പി ഉണ്ടായിരുന്നു. 2 പപ്പി ഡെഡായി 7 പപ്പി ഉണ്ട്. നല്ല പ്രൊഡ്യൂസിങ്. ഇത് സെയിം കളറാണ് കിട്ടിയിരിക്കുന്നത്. സെയിം കളർ. ഹെഡ് ഇപ്പോഴേ നല്ല 5 ഹെഡാണ്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ സ്നേഹമാണ്. ഞാൻ പറയല്ലേ, ഗോൾഡൻ റിട്രീവർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത്രത്തോളം അറ്റാച്ച്മെൻറ്റാണ്. എല്ലാം ഒന്നിനൊന്നും മിച്ചം അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഇവന് ചെറിയൊരു ഇതുണ്ട്. കൊച്ചു പിള്ളേർ നല്ല സ്നേഹമാണ്. കൊച്ചു പിള്ളേർ ഇപ്പോൾ നമ്മളിപ്പം എൻ്റെ മോൻ നിൽക്കുന്നത്, അവൻ്റെ തന്നെ പോയാലും അവൻ്റെ കൂടെ നടന്നു പോകും. പിന്നെ മെയിൻ ഗോപി എന്ന് പറഞ്ഞാൽ ഇവന് ലീഷ്. നമ്മൾ ലീഷ് അവന് കടിച്ച് പിടിക്കണം. ആ ലീഷ് കായൽ കടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവങ്ങനെ മിണ്ടാതെ നടന്നിട്ടേ ഇരിക്കും. സൈലൻ്റ് വേണ്ടിയിരിക്കും. എവിടെയും കൊണ്ടുപോകാം. ഏത് സ്ഥലങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലും എവിടെയും കൊണ്ടുപോകാം. നല്ല അറ്റാച്ച്മെൻറ്റ്, നല്ല ഇതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല.
ആരെയും കടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില ഡോഗ്സ് മാത്രം, ചില ഡോഗ്സിൽ അപൂർവം 100-ൽ 1 ഡോഗ്സ് മാത്രം കടിക്കത്തില്ല. ഒന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഭയപ്പെടുത്തും. ആ ഭയത്തിലൊന്നും ആൾക്കാർ വരണ്ടു പോകും. അതായത് നമ്മൾ ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ കൂടെ നല്ല അറ്റാച്ച്മെൻറ്റാണ് ഡോഗ്സ് ഗോൾഡ്. ഇപ്പോൾ എന്നെ ഒരാൾ പുറത്തുനിന്ന് ഒരാൾ അടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ അവരൊന്ന് നമ്മളെ സേഫാക്കാൻ വേണ്ടി ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം കടിക്കത്തില്ല. ഒന്ന് ഇവരെ ചാരി വീഴത്തിൽ തന്നെ അവർ പേടിച്ച് ഇതായി പോകും. അങ്ങനെയുള്ള മൈൻഡ് ഇവർക്കുണ്ട്. ഈ ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, ട്രെയിനിൻ്റെ പല രീതികളുണ്ട്. സ്നേഹിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും, അടി കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ അടി കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവർ നമ്മൾ പറയുമ്പോൾ ഒരു എന്താ പറയുക, കേൾക്കുന്നതിന് അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് കേട്ട് ആ ട്രെയിൻ നല്ലതാവത്തില്ല. സ്നേഹിച്ച് നമുക്ക് അതിനുള്ള ഫുഡ് കൊടുത്ത് അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാൽ ആ ഒരു സെക്കൻഡ് കൊണ്ട് ഇവന്മാരത് ചെയ്യും. സൈഡിൽ ഇരിക്കാൻ പോയി അവിടെ ഇരിക്കും. നമ്മളിവൻ കണ്ടില്ല, ഇവൻ വേറെ അഗ്രഹിച്ചില്ല, പിടിച്ചിരുത്തി നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇരുന്നാണ്. അതുപോലെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ബിസിനസ് പോലെ തുടങ്ങിയാണ്. ഇപ്പോഴും ബിസിനസ്സാണ്. പക്ഷേ ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സ്നേഹം അത് നമ്മൾ എത്ര രൂപ കൊടുത്താലും വാങ്ങാൻ കിട്ടത്തില്ല. നമുക്ക് വേറെ എന്ത് വാങ്ങും, കാശ് കൊടുത്താൽ കിട്ടും. പക്ഷേ ഇവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടത്തില്ല. എൻ്റെ ഡോഗ്സ് ഞാൻ ആദ്യം തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ ഡോഗ്സ് എന്നാണ് തുടങ്ങുന്നത്. ഫീമെയിൽ ഡോഗ്സ് ഡയാന എന്ന് പറയുന്ന ഡോഗ്സാണ്. ഡയാന എന്ന ഡോഗ്സ് ഒരു 8 വർഷം വേണം. അത് ആദ്യം ഞാൻ കുഞ്ഞിലല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വില കൊടുത്തു. അതായത് എനിക്ക് ഒരുപാട് ഇവിടെ പാർശ്വല മേഖലയിൽ ആദ്യം ഗോൾഡ് അപൂർവം. എൻ്റെ അടുത്ത് ഒരു 10-15 ഡോഗ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഡോഗ്സ് പുള്ളിയോട് പുള്ളീന് തന്നു. അന്ന് ഞാൻ ആ സമയത്ത് ഒരു 1.5 വയസ്സോളം ഡോഗ്സ് ഞാൻ 28 രൂപ കൊടുത്താണ് വാങ്ങുന്നത്. 1.5 വയസ്സ് പ്രായം 28 കൊടുത്ത് ആ ഡോഗ്സിനെ വളർത്തി. ആ ഡോഗ്സ് ക്രോസ് ചെയ്യിപ്പിച്ചു. ആ ഫസ്റ്റിലിട്ട് പിന്നെ 11 ഒപ്പി എനിക്കുണ്ടായിരുന്നു. ആ 11 ഒപ്പിയിൽ മെയിൽ ഡോഗ്സ് എല്ലാം ഞാൻ സെയിൽ ചെയ്യായിരുന്നു. ഫീമെയിൽ പിച്ചെല്ലാം വിട്ടിരിക്കുക. 5 ഫീമെയിൽ ഉണ്ടായിരുന്നു. 5 ഫീമെയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തു. അതിൽ നിന്നാണ് ഞാൻ തുടക്കം വെച്ച് അങ്ങനെ മതി. ഇപ്പം എൻ്റെ ഇപ്പം അന്ന് 5 ഫീമെയിൽ തുടങ്ങിയാണ്. ഇന്നെൻ്റെ 30ഓളം ഫീമെയിലുണ്ട്. ഇപ്പോൾ 10ഓളം മെയിൽ ഡോഗ്സ് ഉണ്ട്. അത്രത്തോളം നമ്മൾ ഇത് നല്ലതാണ്. ഒരു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സായിട്ട് കാണാൻ പാടില്ല ഒരിക്കലും. ബിസിനസ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ബിസിനസ്സുമായി നമ്മൾ ഡോഗ്സിനെ ഒന്ന് സ്നേഹിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരത്തില്ല. ഇവിടെ ഒരു സൗഹൃദം, നമ്മളെ കുടുംബത്തിലൊരു അംഗം, ആ ഒരാണ് കണക്കൂട്ടാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡോഗ്സ് എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്നോ എന്ന് പറയുന്ന ഒരു മെയിൽ ഡോഗ്സ് ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന്. അത് 9.5 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അത് ഡെഡായി. ഇപ്പോൾ അങ്ങനെ ഡോഗ്സ് ഉണ്ട്. നല്ലല്ലോ. ഒരു ഡോഗ്സ് പോകുമ്പോൾ നമ്മൾ വേറെ ഡോഗ്സ് വന്ന് എൻ്റെ ഓൺ ബ്രീഡിങ് ഡോഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് അത്ര നല്ല ബെറ്ററായിട്ടുള്ള ഡോഗ്സ് കൊണ്ടുവരാറുണ്ട്. അതിപ്പോൾ തന്നെ ഞാൻ തായ്ലൻഡ് ഡോഗ്സ് ഒരു ഇമ്പോർട്ട് സ്ഥലം നോക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അവർ 10 ലക്ഷം രൂപയാണ് ചോദ്യം. 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് തരാമെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത എന്തായാലും ഞാൻ ഡോഗ്സ് എടുക്കുന്നതിൽ ഒരു ഇമ്പോർട്ട് ഡോഗ്സ് എടുക്കാനാണ് തീരുമാനം. അതിനുള്ളൊരു പ്രിപ്പയറിങ്ങിലാണ്. അതിനുള്ള ഫണ്ട് കളക്ഷൻ നിൽക്കുകയാണ്. എന്തായാലും ഉടനെ വരും ഒരു ഇമ്പോർട്ട് മെയിൽ ഡോഗ്സ്. ഇതെല്ലാം നമ്മളെ മെയിൽ ഡോഗ്സാണ്. അപ്പോൾ മെയിൽ ഡോഗ്സ് ആകുമ്പോൾ ഇതിപ്പം ഇവൻ്റെ ഡൂഡുമാണ്. ഇത് ഡൂഡുമാണ്. ഇവനിപ്പം 3 വയസ്സ് പ്രായമുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡ്യൂസിങ് ആണ്. നല്ല മേറ്റിങ് ചെയ്യുന്നത്. ഇത് ബോൾട്ടാണ്. നമ്മൾ ഓൾറെഡി അവിടെ അവനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇതെന്നെ ഒരു കുഞ്ഞു മെയിലാണ്. ഇപ്പോൾ 1 വയസ്സായതേ ഉള്ളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. അത് കഴിഞ്ഞിട്ട് ഇത് ചാർലിയാണ്. ഇവനിപ്പോൾ 7 വയസ്സ് പ്രായമുണ്ട്. ചാർലിയാണ് എൻ്റെ ആദ്യത്തെ മെയിലാണ്. ആദ്യമേ സ്നോ എന്ന് പറയുന്ന മെയിലിൻ്റെ കൂടെ ഞാൻ എടുത്ത് നിർത്തുന്ന മെയിലാണ്. ഇവനിപ്പോൾ 1.5 വയസ്സായതേ ഉള്ളൂ. ഇവൻ്റെ ഒരു ചാർലി 2 ആണ്. അതായത് അല്ലാതെ ചാർലി എന്നാണ് പേരിട്ട നല്ല മെയിലാണിത്. ഇത് നമ്മൾ ആരോനാണ്. ഇവനെ മെയിനായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവൻ്റെ ഹെയർ കംപ്ലീറ്റ് ഇതായിരിക്കുക. ഹെയർ മൊത്തം ഇതായതാണ്. ഇവനെ ഷോക്ക് ഇറക്കുന്നതാണ്. ഇപ്പോൾ 2 നമ്മളെ കന്യാകുമാരി ഷോ, ട്രിവാൻഡ്രം ഷോ, കൊച്ചി ഷോക്ക് പിൻ ചെയ്ത് നമ്മളിപ്പോൾ 2 CC ആയതാണ്. അത്യാവശ്യം 2 CC ആയിട്ടുണ്ട്. നല്ല പ്രൊഡ്യൂസിങ് ആണ്. നല്ല പപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിപ്പം ഇവൻ്റെ പപ്പീസിന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഒരു 9 ഷായി കിടക്കുകയാണ് അവൻ്റെ ഓഫീസ്. ദിവസം ആയില്ലെന്നുള്ളൂ. ബാക്കി മറ്റ് സിംബാരയും ബോട്ടിൻ്റെ ഓഫീസ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കെനൽ ഫാദറും മദറിന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓഫീസ് എടുക്കാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡോഗ്സിൻ്റെ അസുഖം ആദ്യം നോക്കി ഇവനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുന്ന ഇവരെ കണ്ണിലും മൂക്കിലുമാണ്. ഇവരെ കണ്ണ് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇവനെന്തോ ഒരു സംതിങ് റോങ്, അതായത് എന്തോ ഒരു അസുഖം. കണ്ണ് അല്ല മൂക്ക്, അതായത് ഈ ഇത്രണ്ട് ഈ ബ്ലാക്കാണ്. ഈ മൂക്ക് മൊത്തം പിങ്ക് ഷെയ്ഡാവും. പിങ്ക് ഷെയ്ഡാകുമ്പോൾ ഇവന് ക്യാൽസ്യത്തിൻ്റെ അളവ് കുറവാണെന്നോ, ക്യാൽസ്യം ആയിട്ട്. അപ്പോൾ അങ്ങനെ അളവ് കുറയുമ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും അസുഖത്തെ കൊണ്ടുവരുന്നത്. അതിൽ ഈ ഷെയ്ഡ് ഇവിടെ അല്ല നല്ല വൈറ്റ് കളർ പോലെ, ഇത് കണ്ട ബ്ലാക്ക് കളറും ചുവപ്പും. ഇവിടെ ബ്ലാക്ക് പ്യുവർ വൈറ്റായി മാറും മനസ്സിലാക്കണം എന്തോ അസുഖം സ്റ്റാർട്ടിങ് ആണെന്നുള്ളത്. അപ്പം അങ്ങനെ മനസ്സിലായി. എൻ്റെ അപൂർവമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപൂർവമാണ്. മാക്സിമം അസുഖം വരുന്നത് ഞാൻ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കണ്ടാൽ മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യും. അപ്പം വേറെ കുഴപ്പമില്ല. അത് ചിലപ്പം മെയിനായിട്ട് ഇവർക്ക് വരുന്നത് വെച്ചാൽ ചെള്ള്, ടിക് ഫിയർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഈ ചൂട് സമയത്തൊക്കെ ഒത്തിരി ചെള്ള് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരീരത്തിൽ ചെള്ളില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അസുഖമില്ല.
ചെല്ലാണ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ചെല്ലിനെ നോക്കി ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല. ഈ ലോങ് ഹെയറിന് മാക്സിമം ചെല്ല് വരാറുണ്ട്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഡോഗ്സ് കുഞ്ഞിലെ ഒരു 3 മന്ത് വരെ, അതായത് ആൾക്കാരൊന്ന് ആഗ്രഹിച്ച് ഡോഗ്സ് വാങ്ങും, പപ്പി വാങ്ങി 3 മന്ത് വരെ നല്ല രീതിയിൽ കെയർ ചെയ്യും. അവർക്ക് എന്ത് സപ്ലിമെൻറ്റോ ഫുഡ് അത് നല്ല രീതിയിൽ കെയർ ചെയ്യും. 3 മന്ത് കഴിയുമ്പോൾ ഇവർ നമ്മളെ ശരീരം ബൈറ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഇവർക്ക് പുതിയ പല്ല് വരാൻ തുടങ്ങും. അപ്പോൾ ആ നമ്മളെ ശരീരം ബൈറ്റ് ചെയ്യുമ്പോൾ അത് 3 മന്തിൽ ഇവർ വീട്ടിൻ്റെ അകത്തിട്ട് വളർത്തുന്നത്. നല്ല സോഫയിലും ഇവരെ കിടപ്പുറൂമിലൊക്കെ ഇട്ട് വളർത്തും. ഈ 3 മന്ത് കഴിയുമ്പോൾ ഇവർ ബൈറ്റ് ചെയ്യുമ്പോൾ ഇവരെ പുറത്താക്കുമ്പോഴാണ് ഇത്രയും ദിവസം ഇവർക്ക് നല്ല സ്നേഹം കിട്ടി. അപ്പോൾ പിന്നെ പുറത്താക്കുമ്പോൾ ഇവർ ഈ സ്നേഹം ഈ സൗഹൃദം ഇല്ലാതാകുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം ഭയങ്കര ഇമോഷൻ ടെൻഷനായിപ്പോയി. അപ്പോൾ ആ സമയം ടെൻഷൻ വരുമ്പോൾ ഇവർക്ക് അസുഖം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വീട്ടിലൊരു അംഗം പോലെ, അതായത് നമ്മളെ കുഞ്ഞു കുട്ടികളെ എങ്ങനെ നോക്കുന്നത് അവരെ പോലെ കെയർ ചെയ്യണം. അത് കെയർ ചെയ്യണം. ഡോഗ്സ് വായിച്ചാൽ മാത്രം പോരാ, നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല രീതിയിൽ ഫുഡും കൊടുത്ത് കെയർ ചെയ്താൽ എങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു ഡോഗ്സിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി നമുക്ക് തീർച്ചയായും കിട്ടും. ഞാൻ സത്യം ഞാൻ പറയാറില്ല, ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച ഇവരെ കിണലിൽ രാവിലെ കയറുന്നത് അന്ന് ആഹാരം കഴിക്കത്തില്ല. അന്ന് രാവിലെ ഫുഡ് കാപ്പി കുടിക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം എന്തെങ്കിലും കഴിക്കുന്നത് വൈകുന്നേരം ഇവരെ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഫുഡ് വേണ്ട നമുക്ക്, അത്രത്തോളം മതി മറന്ന് നിൽക്കും നമ്മൾ ഇവരോട്. അതാണ് ഇവരൊരു ക്യാരക്ടർ ഗോൾഡൻ ഡോഗ്സിൻ്റെ കൂടെ. ഞാനും ഗൾഫിലായിരുന്നു 9 വർഷത്തോളം 8 വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാരേജ് നാട്ടിൽ സെറ്റിലായിട്ടാണ് ഡോഗ്സിൻ്റെ പരിപാടി തുടങ്ങിയത്. അപ്പോൾ എന്ത് മെച്ചപ്പെട്ടാലും നമുക്ക് എന്ത് കണ്ടാലും നാട്ടിൽ നിൽക്കുകയും സന്തോഷം ഡോഗ്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ നല്ലൊരു ഇതാണ്, ഹാപ്പിയാണ്. നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന കാര്യം സ്വന്തം നാട്ടിൽ തന്നെ നമ്മൾ ഡോഗ്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്.